وحيث أن الخلافات الطارئة بين الطرفين ഇരു കക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ കോടതിക്ക് പുറത്തുവച്ച് ചർച്ച ചെയ്ത് രമ്യതയിലെത്തിയിരിക്കുന്നതായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതിയെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ വ്യവഹാരം സംബന്ധിച്ചുള്ള എല്ലാ നടപടികളും ഇതിനാൽ അവസാനിച്ചിരിക്കുന്നതായി ഈ കോടതി തീർപ്പ് കൽപ്പിച്ചുകൊള്ളുന്നു. സാർ മതി, സാർ മതി. സന്തോഷം, എനിക്ക് സന്തോഷമായി. എന്താ വിക്ടർ ഇതൊക്കെ? ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒന്നുമില്ലേലും സാറിനെ കള്ളനാക്കാനും ചതിയനാക്കാനും നടന്ന ആ കൊള്ളപ്പലിശ മാർവാടിയെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ ദൈവം. അത് മതി വിക്ടറിന്. താങ്ക്സ് ടു പട്ടാജി. അപ്പം എങ്ങനെ സാർ, സാറിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ അതോ? അല്ല വിക്ടർ, പണവുമായിട്ട് താനോട് വെയിറ്റ് ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അതെ സാർ, അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം സാർ. എന്താ വിക്ടർ, എന്താ പറ്റിയത്? ഒന്നുമില്ല സാർ, ജസ്റ്റ് ഒരു ഡിലേ. കേട്ടോണം സാർ, ഞാൻ ബട്ടാജിയുടെ അവിടെ നിന്ന് ക്യാഷുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സാർ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്മെന്റ്. ബട്ടാജിക്ക് ബാങ്കിൽ ഒരു ചെറിയ ക്രൈസിസ്. വാട്ട് യു മീൻ? കൃത്യം 12:30 മണിക്ക് ബാങ്കിലെ മാനേജർ ബട്ടാജി വിളിച്ചു പറയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ബട്ടാജിയുടെ അക്കൗണ്ടിൽ ഒരു 2 മില്യൺ ദിർഹംസ് അടക്കണം, അല്ലെങ്കിൽ ബട്ടാജിയുടെ മാനം പോകുന്നു. സംഭവം വേറൊരു ഡീലാണേ. അറ്റ് ദ മൊമെന്റ് നോ ലിക്വിഡ് ക്യാഷ്. ബട്ടാജിയുടെ കയ്യിൽ ആ നേരത്തിന് ഒറ്റ നയാ പൈസ ഇല്ല. എല്ലാം രാവിലെ ഇവർക്ക് ബാങ്കിൽ തന്നെ കൊടുത്താണ്. ഇടോ വിക്ടർ, എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ചു പറയണോ താൻ പ്ലീസ്. നോക്കിക്കൊണ്ട് സാർ, ദൈവാധീനം. നമ്മുടെ ദൈവാധീനത്തിന് നമ്മുടെ ഫുൾ എമൗണ്ട് ബട്ടാജി എടുത്തിന്റെ കയ്യിലോട്ട് വെക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ഫോൺ കോൾ. ഇത്രയും വലിയ ഉപകാരം നമുക്ക് ഇങ്ങോട്ട് ചെയ്ത മനുഷ്യനാവുമ്പോൾ കയ്യിൽ ഇത്രയും കാശ് വെച്ചുകൊണ്ട് നമ്മൾ എത്ര നേരം മിണ്ടാതെ നോക്കി നിൽക്കും സാർ? പറയണം സാർ. എന്റെ സ്ഥാനത്ത് സാറാണെങ്കിൽ എന്ത് ചെയ്യും സാർ? പറയണം, എന്ത് ചെയ്യും? ഇല്ല സാർ, വിക്ടർ ചതിക്കില്ല, ഒരു കാലത്തും ചതിക്കില്ല, ഉറപ്പ്. കേട്ടോ സാർ, ഇപ്പൊ വിളിച്ചിരുന്നു ബട്ടാജി. സാർ എന്ത് പറഞ്ഞു? കാശ് കിട്ടാത്തതിന് സാർ ചൂടായോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ബട്ടാജി ഒറ്റ 100 രൂപ നോട്ട് ഒന്നിച്ച് കാണുന്നതിന് മുമ്പ് കോടികളിട്ട് കളിച്ചതാണ് എന്റെ ഈ പഴയ ബോസെന്ന്. അല്ല വിക്ടർ, ഇനിയിപ്പോ ഒപ്പിട്ട പേപ്പേഴ്സിന്റെ കാര്യമില്ലേ? ബെറ്റി, നോട്ട് ഡൗൺ. സ്വാമിനാഥൻ, സൈൻ പേപ്പേഴ്സ്, റിട്ടേൺ അർജന്റ്. യെസ് സർ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഇങ്ങനെ വിഷമിച്ചാലോ സാർ? എന്ത് സംഭവിച്ചാലും വിക്ടറിലെ സാർ ബലത്തിന്. പ്ലീസ് സാർ, cheer up സാർ. ഓ ഗോഡ്, പ്ലീസ്. സോറി. മനഃപൂർവ്വമല്ല ഞാൻ. ഓക്കേ. പേടിച്ചു പോയി. യോ ഡ്രൈവർ സാർ, എന്നെ വേടിക്കാൻ പാത്തിട്ട് സാർ കാൽ വലിക്ക് தெரியாதா? എടിയാ വണ്ടി. സാറിങ്ങ അറിവ് കേട്ട മുണ്ടോ? അറിവ് ഓൾറൈറ്റ് സാർ. കൃത്യം 6 മണിക്ക് തന്നെ അബുദാബിയിൽ നിന്ന് ബട്ടാജിയുടെ ക്യാഷ് വരും. 8 മണിക്ക് വിക്ടർ സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെത്തിയിരിക്കും വിത്ത് ഫുൾ എമൗണ്ട്. യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. അപ്പോൺ ഗോഡ് യു ക്യാൻ ട്രസ്റ്റ് മീ സാർ. വരും, കയറിയട്ടെ. പിന്നെ സാർ ഒരു മിനിറ്റ്, ഒരു ചെറിയ ആഗ്രഹം. ഒരുപാട് കാലമായിട്ട് മനസ്സിലൊരു മോഹമാണ് സാർ. മുഴുവൻ പൈസയും സാറിന്റെ കയ്യിലോട്ട് തന്നതിന് ശേഷം, അതിനുശേഷം മതി, ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇന്ന് സാറിൻ്റെ ഒപ്പം ഇരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കണം എനിക്ക്. സാറിൻ്റെ ഈ പഴയ ഡ്രൈവർക്ക് നോ എന്ന് പറയരുത് സാർ, പ്ലീസ്. താങ്ക് യു സാർ, താങ്ക് യു. അയ്യോ സാർ, അമ്മച്ചി കാത്തിരിക്കും. മോളുടെ പ്രോഗ്രാം ടിവിയിൽ. പ്രോഗ്രാം കഴിയുമ്പോൾ വിക്ടർ അവിടെ എത്തിയിരിക്കും. സാർ കഴിക്കും. പിന്നെ തന്നോട് ആലോചിക്കാതെ ഇന്ന് എൻ്റെ ഒരു തീരുമാനം പറഞ്ഞു ഞാൻ നമ്മുടെ വക്കീലിനോട്. ഇന്നീ കിട്ടാനുള്ള പണം മുഴുവൻ ഇങ്ങോട്ട് കിട്ടി, കടങ്ങൾ എത്രയാന്ന് വെച്ചാൽ അത് തീർത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അമ്മുവിൻ്റെയും അനാഥ കുട്ടികളുടെയും പേരിൽ അവകാശമാക്കി ഒരു വിൽപ്പത്രം എഴുതാൻ. എന്താ വിരോധമുണ്ടോന്ന് എനിക്ക്? ഇതായിപ്പം നന്നായത്. എന്നിട്ട് എവിടെ വിക്ടർ? എത്തിയില്ലല്ലോ ഇതുവരെ. I am very much here.
അല്ല വിക്ടർ, ആരാ ഇവരൊക്കെ? ചുമ്മാ ഏതോരം മുംബൈക്കാ ഹേ. ഇല്ലമ്മ, ഭട്ടാജിയുടെ ആൾക്കാരെ ഇവന്മാര് ദാ ഇന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ള മുംബൈന്ന്. നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് തിരിച്ചും പറക്കും. ഇരിക്കൂ ലക്ഷ്മി, ഇവർക്ക് കുടിക്കാൻ എന്താന്ന് വെച്ചാൽ. അയ്യോ ഒന്നും വേണ്ടമ്മ, ക്യാരൻ അയച്ചേന. ആ പിന്നെ സാർ. അല്ല വിക്ടർ, താനെന്താ വെറും കൈയോടെ? പണം എവിടെ? കറക്റ്റ്, ഞാൻ അതിലേക്ക് വരുമ്പോഴാണ് സാർ ഇടയ്ക്ക് കയറിയത്. ആ സാർ, ചെറിയൊരു പ്രോബ്ലം. എടോ സാർ ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് അമ്മ, ഒന്ന് പറഞ്ഞോട്ടെ. സാർ, സത്യത്തിൽ ഈ ഭട്ടാജി നിഷ്കളങ്കനാണ് സാർ. പക്ഷെ കൂടെ ചിലരുണ്ട്, ഏറ്റവും താഴെയുള്ള ബ്രദർ, പിന്നെ ഭാര്യയുടെ ബ്രദറുടെ അളിയൻ. അവന്മാരാണ് സാർ പ്രശ്നം. ഇത്രയും വലിയൊരു എമൗണ്ട് കൈ കിട്ടിയിട്ട് അത് അതുപോലെ സാറിനങ്ങ് തന്നാ പിന്നെ നമുക്കെന്താ വിക്ടർ ബെനിഫിറ്റ് എന്ന അവന്മാരുടെ ചോദ്യം. അതിലൊരുത്തം കയറി അപ്പ തന്നെ ബോംബെയിലെ ഭട്ടാജിയുടെ ബിഗ് ബ്രദറിനെ വിളിച്ചു. ബഡാബായി അപ്പ തന്നെ ബോംബെയിൽ നിന്ന് ഭട്ടാജി ദുബായിക്ക് വിളിച്ചു. അബേ കിഷൻ, കീപ് ദ മണി, വെയിറ്റ് ഫോർ മൈ ഓർഡേഴ്സ്. അതാണ് സാർ പുള്ളിക്കാരന്റെ കൽപ്പന. അതാണ് സാർ പിക്ചർ. അല്ല സാർ, ഇതിപ്പോ മൊത്തം പണോ അവന്മാരുടെ പിടിയിൽ പെട്ടുപോയ സ്ഥിതിക്ക് അവന്മാർ പെർസെന്റേജ് ചോദിച്ചാലോ എന്നല്ല സാർ, ചോദിച്ചു. അതായത് ടോട്ടൽ എമൗണ്ടിന്റെ 80% അത് സാറിന്. സോറി, സാറിനല്ല, ഭട്ടാജിക്ക്. ബാക്കി 20% അത് സാറിന്. സാറിനെന്ന് പറഞ്ഞാൽ പകുതി സാറിന്, പകുതി എനിക്ക്, 50-50. എങ്ങും തൊടാതെ സാറിന് 70.7 ലാക്സ്. പോട്ടെ, 71 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് തരും. പണം തേ കാറിലിരിപ്പുണ്ട്, എടുക്കട്ടോ സാർ? അയ്യോ സാർ, എന്ത് ചെയ്തിക്കാ സാർ? ഇല്ല, വിക്ടറിന് വേണം, വിക്ടറിന് തന്നെ വേണം സാർ. സാർ പോലീസ് പക്കടോ. Launching can't be done. We can. Sorry all of you. Sorry. Eppa. ഒന്ന് കൊളുത്തിയാൽ താനൊന്ന് റിലാക്സ്ഡ് ആവും.
I am terribly sorry, Mr. Ravi. We will do everything possible. Mr. Philip will give you all the details. Thank you. മനസ്സിലാക്കിയിടത്തുള്ളത് ഒരു പ്രീ പ്ലാൻഡ് മർഡർ ആണെന്നതിൽ സംശയമില്ല. പക്ഷേ ആരാ എന്താ എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല സ്പോട്ടിൽ നിന്ന്. എനിവേ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൾറെഡി ഓൺ. വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു നിങ്ങളൊക്കെ തമ്മിലല്ലേ? അതെ, ഒന്നുമില്ലായിരുന്ന കാലത്ത് ഒരുപാട് സഹായിച്ച ആളാ എന്നെ രവിയൊക്കെ. ആ മിസ്റ്റർ നായർ അമ്മു സ്വാമിനാഥനെ ബാംഗ്ലൂർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് യുവർ സിസ്റ്റർ ആലിസ്, ഇവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു ആ കുട്ടിയല്ലേ? ആ, വല്ലാത്തൊരു ഷോക്കിലാണ് അവൾ. ഈ അവസ്ഥയിൽ കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. വെൽ രവി, തൽക്കാലം വേറെ ആരും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ടാളുടെയും ബോഡി റിസീവ് ചെയ്യാൻ രവിയുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്, ഒരു മകന്റെ സ്ഥാനത്ത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ, സീ യു ടുമോറോ അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ നായർ. ആഹാ, അപ്പൊ ഇത്രയും നേരം ഒറ്റയ്ക്ക് മാറിയെന്ന് കരയായിരുന്നു അച്ഛൻ്റെ പുന്നാരമോള് ഇല്ലടി? ബാംഗ്ലൂരിൽ ARK അങ്കിൾ വിളിച്ചിരുന്നു. അമ്മ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പുറപ്പെടുന്നു. വാട്ട് അബൌട്ട് യു? നാളെ തന്നെ തിരിച്ചു പോകണോ നിനക്ക്? ബാക്ക് ടു ഡൽഹി? വേണ്ട, ചെല്ലുന്നില്ലെന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു. നന്നായി. തൽക്കാലം നീയെങ്കിലും ഇവിടെ ഉള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും അമ്മോന്. കം. അമ്മോ, ചന്ദ്രേട്ടാ, വൈകിക്കണ്ട. വാ മോളെ, കം. മോളെ അമ്മു, കണ്ടോളൻസസ് മോളെ, കണ്ടോളൻസസ്. ചേച്ചേ കരയല്ല മോളെ, ഒക്കെ ഓരോരോ ദൈവഹിതം. അങ്ങനെ വിചാരിക്കുന്നു നമ്മൾ. കഷ്ടം. കേട്ടോ മോളെ, ഇന്നലെ കാലത്തും രണ്ടുപേരും ചെന്ന് ജീവനോടെ കണ്ടതായിരുന്നു വിക്ടറങ്കിൾ. സാറിനെയും മോളുടെ അമ്മച്ചിയെ. എന്തിന്? ഇന്നലെ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ പിരിയുമ്പോഴും എന്നോട് പറയായിരുന്നു സാറ്, വിക്ടറെ, ആരും ഒരു കമ്പനി ഇല്ലാതെ ഒറ്റയ്ക്കിരുന്ന് മടുത്തടോ. നേരമുണ്ടെങ്കിൽ നീ ഒരുത്തനെങ്കിലും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങ്. TV-യിൽ മോളുടെ പ്രോഗ്രാം ഒരുമിച്ചിരുന്ന് കാണാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഒരു ഡ്രിങ്ക് കഴിക്കാന്നൊക്കെ. ആ, പക്ഷെ ഉടയമ്പരം അനുവദിച്ചില്ല മോളെ. അതെങ്ങനെ? നരകം പിടിക്കാനായിട്ട് അന്നേരം തന്നെ ഇവിടെ ഒരു ഒടുക്കത്തെ കോൾ ത്രൂ ചെയ്ത് തന്നിട്ട് സംഭവം നടക്കുന്ന കൃത്യസമയത്ത് അബുദാബിയിൽ ഒരു മീറ്റിംഗ് ചെന്ന് മാട്ടിപ്പോയി മോളെ അങ്കിള്. ആ നേരത്ത് അങ്കിൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു മോളെ, സംഭവിക്കില്ലായിരുന്നു. വിക്ടർ പ്ലീസ്, ഷീ ഹാസ് ടു ഗോ. അതേ, അമ്മു മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ വന്നതാ വിക്ടറും. കമോൺ ബെറ്റി, മാഡത്തിന് റിസീവ് ചെയ്യും. യൂസഫ്, ആ കുട്ടിയുടെ പെട്ടിമ്പറമാണോട്ട് തന്റെ കാറി കയറ്റി. ദേ അങ്കിൾ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, കയറിക്കോ, പോവാ. എന്താ പോണോ നിനക്ക്? വേണ്ട ചായ, അമ്മ നമ്മുടെ കൂടെ പോന്നോളൂ. അയ്യടി, അമ്മു ഞങ്ങളുടെ കൂടെ തന്നെ പോന്നോളും. പുല്ല്. അതെ, ഞാൻ ഒരുത്തരം കണ്ടിട്ടില്ല, ഒരു പുല്ലനെ കണ്ടിട്ടില്ല. സ്വാമിനാഥൻ സാറിന്റെ കൂടെ ചൊറിഞ്ഞും പറഞ്ഞും പറ്റിക്കൂടി നിന്നിട്ട് കൊടുക്കാം. കൊലയോടെ വലിപ്പിച്ചോണ്ട് പോയ ഒരുപാട് പേരുണ്ട് ദുബായില്. കേട്ടോ മോളെ, എന്നിട്ടൊടുവിൽ കഷ്ടകാല സമയത്ത് ദേ ഈ വിക്ടർ ഒരുത്തനെ കൊണ്ടല്ലാതെ ഒരു വട്ട് സോഡയുടെ ഉപകാരം ഉണ്ടായിട്ടില്ല മോളുടെ അച്ഛന്. ഒരുത്തനെ കൊണ്ടും ഇവിടെ നിൽക്കുന്ന ഒരു പട്ടിയെ കൊണ്ടും. എടോ വിക്ടർ, ഒന്ന് മതിയാക്ക്. മാറിയിക്കണോ നായരെ?
എന്നിട്ടിപ്പോ അതേ ചത്ത് കിടക്കുന്നവരുടെ ചവടുപ്പിക്കാനാള്, ബോഡി ഒപ്പിട്ട് വാങ്ങാനാള്, ദേ മോള് വന്നിറങ്ങുമ്പോ എഴുന്നള്ളിക്കാനാള്, കണ്ണീര് തുടപ്പിക്കുന്നു, മിഞ്ഞാ കുടിപ്പിക്കുന്നു. ആഹാ, എന്നാ പറ്റി സാറേ? ദേ പെങ്കൊച്ചു കയറി അങ്ങ് കൊഴുത്തുമുഴുത്തില്ലോന്ന് കണ്ടിട്ടായിരിക്കും സാറിപ്പോ ഒരുമാതിരി മിണുമിണാന്ന്. ആളറിഞ്ഞ് തരമറിഞ്ഞ് അവസരമറിഞ്ഞ് വേണം സംസാരിക്കാൻ കേട്ടോ. Ha ha ha.